വൈറലായിട്ടുള്ള പൊരിയും മുട്ടയും വെച്ചിട്ടുള്ള ഒരൈറ്റം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയാലോ. ഇതിനധികം സമയവും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. ഇത് ഞാൻ അതിലേക്കുള്ള വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയ സവാള, ചെറിയ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെ കുനുകുനാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുറച്ച് പൊരി അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും അളവെടുക്കാം. മുട്ട കൂടുതലായി കഴിഞ്ഞാലും അത് കഴിക്കാൻ വലിയ രസമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ തക്കാളിയും സവാളയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊരിയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ട് കേട്ടോ, അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഈ മുട്ടയിലേക്കും വെജിറ്റബിൾസിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നോക്കി ചേർത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ചിലർ പച്ചമുളക് ചേർക്കുന്നുണ്ട്, നമുക്ക് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളത് മിക്സ് ചെയ്ത് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് ഈ പറയണ നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാവുന്നേ ഉള്ളൂ. പൊരി മാത്രം നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇത് ചൂടോടെ കഴിക്കാനേ രസമുള്ളൂ, തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കിതിൽ ഇത്തിരി പുളി ചേർക്കുന്നത് നന്നായിട്ട് തോന്നിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് ഇത്തിരി പോർഷൻ കഴിച്ചു നോക്കി, അത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ അല്ലാണ്ട് കഴിക്കുകയാണെങ്കിലും നമ്മൾ ചായക്കോ കാപ്പിക്കോ ഈവനിങ്ങിൽ ഒരു സ്നാക്ക് നിലയിൽ നമുക്ക് വെറുതെ കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്